നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയായിരുന്നു നമ്മളൊരു ട്രിപ്പ് പോവാന്നുള്ളത്. എൻ്റെ ഒരു ഡ്രീം ട്രിപ്പാട്ടോ. യൂട്യൂബർ ആയതിനു ശേഷം എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം ട്രിപ്പാണ് കന്യാകുമാരി ടു ലഡാക്ക്. ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് നിന്ന് അങ്ങേയറ്റത്തേക്ക് റോഡ് ട്രിപ്പ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അതിപ്പോൾ ഫൈനലി സാധിച്ചു. ഒരുപാട് പ്രാവശ്യം തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന് പോകാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം പോകാൻ നിന്നു, അത് നടന്നില്ല. ഇപ്രാവശ്യം പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തന്നെ ഇരുന്നത്. ലാസ്റ്റ് മൊമെൻറ്റിൽ ഏട്ടൻ ചോദിച്ചു പോകണോ വേണ്ടേ, ചാടി ഇറങ്ങി പോകണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് വരേണ്ട ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും വേദയ്ക്ക് അടുത്ത മാസം ട്യൂഷനും ക്ലാസ്സും ഒക്കെ തുടങ്ങുന്നുണ്ട്. എങ്കിൽ പോലും അതൊക്കെ ഒന്ന് നീട്ടി വെച്ച് നെക്സ്റ്റ് ഇയർ ആയാൽ പിന്നെ പോക്കൊന്നും നടക്കത്തില്ല. ഇപ്പോൾ പോയതാണ്. അതുകൊണ്ട് ഇതേ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇതേ നമ്മൾ ഇവിടെ നിന്ന് കന്യാകുമാരി വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ശ്രീനഗർ കഴിഞ്ഞ് ലഡാക്കിലേക്കാണ് പോകുന്നത്. കാശ്മീരൊക്കെ ഒന്ന് കറങ്ങി, പഞ്ചാബ് ഒന്ന് കറങ്ങി, എല്ലായിടമൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് ഒരു വലിയൊരു ട്രിപ്പ്, ഒരു 1 month ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പഞ്ചാബ്, കാശ്മീർ, ലഡാക്ക്, തിരിച്ച് കുളു മണാലിയൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്തു എന്നാണ് കേട്ടത്. ആ റോഡൊക്കെ അവിടെ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ കുളു മണാലിയൊക്കെ കറങ്ങി 1 മാസത്തെ ട്രിപ്പിന് പോവുകയാണ്. അപ്പോൾ കൂടെ വായോ, നമുക്ക് കാശ്മീർ, ലഡാക്ക്, പാകിസ്ഥാനൊക്കെ പോയിട്ട് അടിച്ച് പൊളിച്ച് തിരിച്ചു വരാം. നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് നിർത്തിയ നാഗർകോവിൽ. എന്നിട്ട് തിരിച്ചത് ബാത്റൂമിൽ പോകണില്ല, കൈമാറ്റ്. പെട്രോൾ അടിക്കാനായിട്ട് നാഗർകോവിൽ നിർത്തി. 101 രൂപയാണ് ഇവിടെ തമിഴ്നാട്ടിൽ പെട്രോളിൻ്റെ റേറ്റ് കേട്ടോ. നമ്മുടെ ട്രിപ്പ് എല്ലാം പോയി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ടോട്ടൽ എത്ര എക്സ്പെൻസ് ആയെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് വെളുപ്പിനല്ല, രാവിലെ 7 മണിക്കാണ് തിരിച്ചത്. ഇപ്പോൾ 9 മണിയായി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. നാഗർകോവിൽ കഴിഞ്ഞു. അപ്പോൾ പോകുന്ന യാത്രയിൽ ഇതൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. തീറ്റി മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ തീറ്റി മാത്രമേ കാണത്തുള്ളൂ. അതിനിടയ്ക്ക് വേറെ വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. ഒരു 7 days എങ്കിലും എടുക്കും നമ്മൾ കാശ്മീർ എത്താനായിട്ട്. ഒരു 4-5 days പഞ്ചാബ് എത്തും. പഞ്ചാബ് അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ, അമൃത്സറിൽ ഗോൾഡൻ ടെമ്പിൾ, വാഘാ ബോർഡറൊക്കെ കണ്ടിട്ട് പോകാനാണ് പ്ലാൻ കേട്ടോ. എല്ലാവരും നോക്കണം നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട്. അപ്പോൾ നമ്മൾ പെട്രോൾ ഫുൾ ടാങ്ക് ഇവിടെ നിന്ന് അടിച്ചിട്ട് പോകുന്നത് വരെ മാക്സിമം അങ്ങനെ അടിച്ചടിച്ച് പോകും. ഇവിടെ 101 രൂപയുള്ളൂ പെട്രോളിന്. നമ്മളവിടെ 108, 112. ഇപ്പം ഗ്യാസിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കഴിക്കാൻ നിർത്തിയ 9:30 മണിയായി. വിശക്കുന്നു. ഇത് പ്യോർ വെജൊക്കെ നോക്കി നടന്നിട്ടൊന്നും കാണാനില്ല. പിന്നെ ഇത് രണ്ടും കൂടെ വെജ് ആൻഡ് നോൺ വെജാണ്. നമ്മൾ ആക്ച്വലി ഇന്ന് വിഷുവിനാണ് കേട്ടോ യാത്ര തിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ വിഷുക്കണിയോ ഒന്നും ഒരുക്കിയിട്ടില്ല. രാവിലെ തന്നെ തിരിച്ചു. ഇറക്കാം, സീറ്റില്ല. അകത്ത് സീറ്റ് ഇഡലി മതി എനിക്ക്. നിനക്ക് അപ്പോൾ പിന്നെ ദോശ മതി. ഞാൻ അതിൻ്റെ പകുതി ഫുള്ള് കഴിക്കുമോ? പൂരിയാ? എന്തായാലും നീ വാങ്ങിക്കണം, ഞാൻ വാങ്ങിക്കണമെന്ന്. ഇരിക്കാൻ പോലും സീറ്റില്ല, ഭയങ്കര തിരക്ക്. അകത്തൊക്കെ എനിക്ക് തോന്നുന്നു ഇതുപോലെ ടൂർ പോകുന്ന ഒരുപാട് പേര് മെമ്പേഴ്സ് അവിടെ ഫുഡ് കഴിക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവർക്ക് കൊടുത്തിട്ടല്ലേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് എവിടെയെങ്കിലും പോയിട്ട് കഴിക്കാൻ നേരിട്ട് ഭയങ്കര തിരക്ക്. ഇന്ന് നമ്മൾ വേറൊരു കടയിലേക്ക് കയറി. വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ നിൽക്കുന്ന ചേട്ടനാണെന്ന് തോന്നുന്നു. ആ ചേട്ടൻ്റെ ഷർട്ട് കണ്ട ഛർദ്ദിക്കാൻ പറ്റുന്നു. ഇവിടുന്ന് ഇവിടെയൊക്കെ ഇരിക്കുന്ന ചേട്ടാ. ഇത് മുളക് പറ്റിയാ ബോണ്ടായിരിക്കും. വാഴക്കപ്പം, മഞ്ഞ കളറിൽ വാഴക്കപ്പം. സാപ്പിടക്ക് ഞങ്ങൾക്കൊരു ഗീ റോസ്റ്റ്, 2 ഗീ റോസ്റ്റ്, 2 ഗീ റോസ്റ്റ്. കോഫി വേണോ നിനക്ക്? ഉഴുന്ന് വട 2, കോഫി 2 കോഫി. ഞാനും വേദയും കൂടി ഒരു ദോശയ്ക്ക് പറഞ്ഞു. 2 ദോശ പറഞ്ഞുകൊണ്ടാണ് 2 വെച്ചത്. ഞാനും വേദയും കൂടെ ഒരു ദോശ പറഞ്ഞു. ഞാൻ നമ്മളൊരെണ്ണം ഫുള്ള് കഴിക്കില്ല. എനിക്കും വേണ്ട ഒരെണ്ണം ഫുള്ള്. ഈ ട്രിപ്പ് പോയിട്ട് വരുമ്പോഴെങ്കിലും 5 കിലോ കുറയ്ക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും 2 ദിവസം പോണ സന്തോഷം തിരിച്ച് വരുമ്പോൾ ഉണ്ടാവില്ല. ഇനി നാളെ മറ്റന്നാളല്ലേ റൊട്ടിയും കറി അച്ചാറ് പോലും ഇടാനുള്ള സമയം കിട്ടിയില്ല. ഏട്ടനോട് ഞാൻ ചോദിച്ചു പോകുന്നോ എന്ന്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു പോകുന്നില്ല, പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് സമയത്ത് പറഞ്ഞപ്പോൾ പിക്കളോ ഒന്നും ഇട്ടില്ല. ഞാൻ പിന്നെ എന്നിട്ട് അല്ലാതെ വേറെ അമ്മയ്ക്ക് സമയം കിട്ടിയില്ല പിക്കളൊന്നും ഇടാനായിട്ട്. അറിയാമല്ലോ കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ വേറെയൊക്കെ നോക്കി. നമ്മുടെ കടൽ മച്ചാൻ്റെ പിക്കളൊക്കെ നോക്കി.
പക്ഷെ സമയത്ത് കിട്ടണ്ടേ. കൊല്ലത്തുനിന്ന് ഇതുവരെ വരണ്ടേ, അവരുടെ വീട് കൊല്ലമാണേ. അവിടെ നിന്ന് ഇവിടെ വരെ കൊറിയർ എടുക്കാൻ 3 ദിവസം വേണ്ടി വരും. അതുകൊണ്ട് അതും നടന്നില്ല. പിക്കിള ഒന്നുമില്ല, കുറേ നാരങ്ങച്ചാറും മാങ്ങാച്ചാറും വെളുത്തുള്ളി അച്ചാറും മാത്രമുണ്ട്. അതൊക്കെ വെച്ച് തിന്നാൽ മതി. എന്തായാലും ഞാനിപ്പോൾ പോകണമെങ്കിലോ എന്താ ഉണ്ടായിരിക്കുന്നത്. ഓംലെറ്റ്, ദോശ, വട. ഓംലെറ്റ് ഇവിടെ ഉണ്ട്. ഇത് 3 പറഞ്ഞു. ഞാൻ ഇവിടെ ഹാഫ് ദോശ. ഇപ്രാവശ്യം വെള്ളം ഒന്നും പാക്ക് ചെയ്തില്ല, കാരണം ബോട്ടിലെല്ലാം കൂടെ കൊണ്ടുവന്ന് തിരിച്ച് കൊണ്ടുപോകാൻ വാരിയിടാൻ പാട്. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് ബോട്ടിൽ വാങ്ങി കുടിച്ച് പോകാൻ കരുതി. ഞാൻ കരിക്ക് കുത്തുന്ന സാധനമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. രണ്ടൊന്ന് കരിക്കൊക്കെ വാങ്ങിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചൊക്കെ കുടിക്കാം. വലിയ ദോശ ഒരെണ്ണം പറഞ്ഞാൽ നന്നായി. വലിയ ദോശ കേട്ടോ. ബുദ്ധിപരമായിട്ട് നമ്മൾ ഒരെണ്ണം പറഞ്ഞത് നന്നായി. തേങ്ങ ചട്നി തന്നെ. പുളിപ്പ് ദോശ. എനിക്ക് ഓംലെറ്റ് കൂടെ വന്നിട്ട് ഞാൻ കഴിക്കണം. കണ്ട 3 എണ്ണം പറഞ്ഞിരുന്നെങ്കിൽ പുളിപ്പ്. ചട്നിയൊക്കെ കൊള്ളാം. ദോശ പുളിപ്പ് അങ്ങനെ പൊടിയല്ലേ. ഒരു ഓംലെറ്റ് ഇവിടെ അയ്യപ്പന്മാരിരിക്കുന്നുണ്ട്. ഇതൊന്ന് വലിയ, എനിക്ക് കുറച്ചുകൂടി വലിയ ഓംലെറ്റ്. അയ്യപ്പന്മാരിവിടെ നിറയെ ഇരിക്കും, അതുകൊണ്ട് അവർക്ക് തരാൻ പറ്റില്ലായിരുന്നു. വേണ്ടായിരുന്നു. നിറയെ സവോളയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ അല്ലേ. അപ്പം നമ്മൾ അവിടെ ഇരുന്നെങ്കിൽ ഇപ്പോഴും അവിടെ ഇരിക്കേണ്ടി വന്നേനെ. അയ്യപ്പന്മാരൊക്കെ നിറയെ അയ്യപ്പന്മാരും ഒക്കെ വന്ന് വില്യാൻ തന്നെ എടുത്ത് 1/2 മണിക്കൂർ. ആഹാ, വെയിൽ അടിപൊളി. എന്താവുന്നത് വെയിലിൻ്റെ ചൂടിൻ്റെ ആഘാതം. ഒരു ഓംലെറ്റിന് മണിക്കൂറുകളോളായിരുന്നു. കത്തി ജ്വലിക്കുന്ന വെയിലും ചൂടും. ദൈവമേ, അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണോ അവസ്ഥ. ട്രാവലിംഗ് കുഴപ്പമില്ല കേട്ടോ, നമ്മളെപ്പോഴും കാറിലൊക്കെ അല്ലേ. പിന്നെ റൂം എടുക്കും, സ്റ്റേ ചെയ്യും, രാവിലെ വീണ്ടും എഴുന്നേറ്റ് പോകും. പക്ഷെ പഞ്ചാബിൽ നമ്മൾ 2 ദിവസം ഉണ്ട്, അമൃത്സറിൽ 2 ദിവസം ഉണ്ട്. അപ്പോൾ അവിടുത്തെ വെയിലും ചൂടും സഹിക്കാൻ പറ്റുമോ എന്നാണ് ഒരു കൺഫ്യൂഷൻ. ഇവിടെയൊക്കെ ഭയങ്കര നമ്മളെ കേരളത്തിൽ തന്നെ ഇപ്രാവശ്യം നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് പെട്ടത് തന്നെ കേട്ടോ. പിന്നെ കാശ്മീർ ലഡാക്കൊന്നും ചൂടുണ്ടെന്ന് പേടി വേണ്ട. അവിടെ ഇനി വല്ല മണ്ണൊലിപ്പോ ഭീകരരുടെ അക്രമമൊക്കെ ഉണ്ടെങ്കിലുള്ള പേടി മാത്രമേ ഉള്ളൂ. അല്ലാത്ത പേടി അവിടെ ഇല്ല. ഇവിടെ ചൂടിൻ്റെ ഒരു ഇതേ ഉള്ളൂ, ടെൻഷൻ ഒന്നും വരാതെ നല്ല രീതിയിൽ പോയിട്ട് വരാൻ പറ്റണേ എന്നാണ് പ്രാർത്ഥന. വേദ എന്നത്തെ പോലെയും ഉറങ്ങി. എന്ത് കഴിക്കണേടാ? ലൈസ്. വിശക്കണാ? 1 മണിയായി, 1:30 ഉച്ചയ്ക്ക് കഴിക്കാറായപ്പോൾ കറക്റ്റ് എണീറ്റ്. ഉച്ചയ്ക്ക് എന്താടാ? ബിരിയാണി. ഏട്ടന് ചൂടുമുണ്ട്. ഏട്ടൻ്റെ മുഖം ഇരിക്കണം നോക്ക്, ചൂടൻ. ചിരിച്ചൂടെ ഏട്ടാ നിങ്ങൾക്ക്? തിരിച്ചൂടെ? എൻ്റെ വീഡിയോയിൽ വന്ന എന്തെന്നാണ് പ്രശ്നം? കാണട്ടെ മനോജിന് അല്ലേ. വിൻഡ്മില്ലിൻ്റെ ലീഫ് കണ്ടോ? ഒതുക്കിയിട്ടൊക്കെയാണ്. രാത്രി ആവുമ്പോൾ യവന്മാർ ഇറങ്ങും, റോഡ് നിറഞ്ഞു പോകും. പിന്നെ വേറൊരു വണ്ടിക്ക് പോട്ടെ. ഇഴങ്ങി എവിടുന്ന് തുടങ്ങി നോക്ക്. കണ്ടാടാ വിൻഡ്മിൽ ലീഫ്? ഇത് മിണ്ടാതിരിക്കണ കണ്ട? ഇത്രയും നീളമുണ്ട് ഇതിന്. അതൊന്ന് കറങ്ങണ കാണുമ്പോൾ നമുക്കറിയാമോ ഇത്രയും നീളമുണ്ടെന്ന്. കറങ്ങൂട. 2-2:30 മണിയായി. ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി. വേദ ആദ്യം പറഞ്ഞ് വെജ് മതി, ചപ്പാത്തിയും കുറുമയും പൊറോട്ടയും കുറുമയും മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സമ്മതിക്കൂല. അപ്പോൾ നോൺ വെജ് ഹോട്ടലിൽ കയറി. ഫുഡ് ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ പാത്രമൊക്കെ കഴുകി വെച്ചേക്കണം, ഉണക്കി. ഇനി ഉണ്ടായില്ലെന്നറിയില്ല. പക്ഷെ നിറച്ച് ആൾക്കാരൊക്കെ അകത്തിരിക്കണം കേട്ടോ. ബിരിയാണി ഉണ്ട്. ബിരിയാണി ഉണ്ടാ ഇരിക്കാ? ബിരിയാണി അല്ല ഇരിക്കാ? ബിരിയാണി ഇല്ല? എന്ത് വെയില്, ഭയങ്കര വെയില്, ചൂടും ഉണ്ട് കേട്ടോ. അത് നമ്മൾ പഞ്ചാബിൽ എങ്ങനെ കേട്ടാ? എനിക്ക് തോന്നല്ലേ ഈ പോക്കണെങ്കിൽ പഞ്ചാബിൽ കൈകൊള്ളിയാ ചൂട് വെള്ളം. അല്ലെങ്കിൽ ഇരിക്കാൻ സീറ്റില്ല.
ഭയങ്കര തിരക്ക് കേട്ടോ. ഇത് പിന്നെ കുഞ്ഞു കട, എത്ര സീറ്റേ ഉള്ളൂ ഇവിടെ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് സീറ്റ് കിട്ടി. എന്നിട്ട് എന്താ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. എന്നാ സാപ്പിടുന്നത്? മീൽസ് ഇല്ല, മീൽസ് വേണ്ട, ചുമ്മാ ചോദിച്ചു. 2 ചിക്കൻ ബിരിയാണി. ഏട്ടൻ മട്ടൺ ഒരെണ്ണം വാങ്ങിക്കാം, എന്നിട്ട് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ വാങ്ങിക്കാം. ഒരു മട്ടൺ ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി. ചിലപ്പം ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ വെറുതെ വാങ്ങിച്ച് കളയണ്ട. നോക്കട്ടെ, ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ ഒരെണ്ണം കൂടെ വാങ്ങിക്കാം. മീൽസും ബിരിയാണിയാണ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത്. മീൽസ് കഴിഞ്ഞു. ബിരിയാണി ചിക്കനും മട്ടനും ഉണ്ടെന്ന് പറഞ്ഞു. മട്ടനും ചിക്കനും പറഞ്ഞപ്പോൾ മട്ടൻ തീർന്നു, ചിക്കൻ മാത്രമേ ഉള്ളൂ. ഓ അങ്ങനെ. അപ്പം എന്തായാലും 2 ചിക്കൻ ബിരിയാണി പറഞ്ഞ് വേണമെങ്കിൽ ഒരു മട്ടൺ പ്ലേറ്റ് വാങ്ങിക്കാമായിരുന്നു. സമയം 3 അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. സമയം 3 മണിയായി. എന്നിട്ട് ഞാൻ അല്ലാത്തൊന്നും തന്നെ ഇനി ചിക്കനും തീർന്ന ചൂട് സഹിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ അതൊന്ന് പഞ്ചാബിൽ പോകണോ വേണ്ടേ എന്നിങ്ങനെ ഞാൻ ആദ്യമേ പറഞ്ഞു, പഞ്ചാബ് നമുക്ക് ക്യാൻസൽ ചെയ്യണം. എ സി ഇട്ടിട്ടുണ്ടോ? എ സിയിലൊന്നും ഒതുങ്ങണ്ടടാ, അത്ര ചൂട്. തമ്പി ഇല പോടുമ്പോൾ പസിക്കത് വെച്ചിട്ട് പോണ്ടേ നമുക്ക്. പിന്നെ ഒരു ചിക്കൻ ബിരിയാണിയുടെ ഓർഡർ ചെയ്താൽ കിട്ടുമോ? ആദ്യമേ 3 എണ്ണം പറയാറുണ്ട്. നമുക്കുള്ള തന്നെ എന്തായിരിക്കുന്നത്. ഇനി തിരിച്ചു വിടണ്ട. ഓ ഇലയൊക്കെ ചൂടായിരിക്കും. ഓപ്പൺ പണിയാ പോ. വേണ്ട വേണ്ട വയ്ക്കണ്ട. 2 എണ്ണമാണ് പറഞ്ഞ അമ്മ, 3 എണ്ണം കൊണ്ടുവന്നു. പക്ഷെ കൊണ്ടുവന്ന നന്നായി. ക്വാണ്ടിറ്റി എടുക്കും, ഞാൻ എടുത്തു തരണോ? പായസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ക്വാണ്ടിറ്റി 2 പേർക്ക് വേണമെങ്കിൽ കഴിക്കാം. കൊള്ളാം ബിരിയാണി, പായസം, കറി, സലാഡ് കൊള്ളാം കേട്ടോ. ബി നെറ്റ്വർക്ക് വസ്ത്ര പോകേണ്ടത് നല്ല തന്നെ അവിടെ ഹോട്ട്സ്പോട്ട് വന്ന് എനിക്കിരിക്കണ്ട, ആരണമാണെങ്കിൽ ഇരുന്നോ. അങ്ങോട്ടും തന്നത്തിന് വെയിൽ തണല് പൊള്ളാണ് സത്യമായിട്ടും. ഇങ്ങനെ ആവി ഇങ്ങനെ നമ്മൾ വെയിലത്ത് ചത്തുപോകുന്തോ. നല്ല ബിരിയാണിയായിരുന്നു, ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. എന്നിട്ട് 220 എന്താ ബിരിയാണിയുടെ റേറ്റ്. ഒരു പീസ് ചിക്കൻ, തമിഴ്നാട്ടിൽ വന്നാൽ പിന്നെ ഒരു പീസ് ചിക്കൻ, കൂടുതൽ നോക്കണ്ട. ഞാനേ ഇപ്പോഴേ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അറിയാമെന്നുള്ളവർ തന്നെ നമ്മളിങ്ങനെ പോകണമെന്ന് അറിയപ്പോൾ അവർ വേറൊരു സ്ഥലത്ത് പോയിട്ട് തിരിച്ച് വരികയാണ്. അപ്പോൾ അവരൊന്ന് കാണിച്ചു തരാവേ ഇവിടെ. അപ്പോൾ അവരും അടുത്തടുത്ത് എത്താറായി. അപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അവർ തിരിച്ചു വരുന്നു, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ കാണിച്ചു തരാവേ. ഇതാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ കേട്ടോ. അറിയാമല്ലോ, നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം. വേദയുടെ ഫ്രണ്ട് വേദികയും ഫാമിലി കേട്ടോ. വേദികയും വേദികയുടെ ചേച്ചി, വേദികയുടെ അച്ഛൻ, വേദികയുടെ അമ്മ, അവർ തിരുപ്പതി പോയിട്ട് റിട്ടേൺ വരികയാണ്. അപ്പോൾ ചേട്ടനും ചേച്ചിയൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് കാറിൽ തിരുപ്പതിയിൽ പോകുന്നത് കേട്ടോ. അവർ എപ്പോഴും ട്രിപ്പാണ്, ചേട്ടൻ പുറത്താണ്. എപ്പോഴും ഓരോ 6 മന്ത്സിലും ചേട്ടൻ വരും. നാട്ടിൽ വരുമ്പോൾ അവർ കറക്കത്തോട് കറക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ലോങ്, ഏട്ടനെ പോലെയാണ്, ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും ലോങ് പോകുന്നത് ഫസ്റ്റ് ടൈം നമ്മുടെ വീഡിയോ കണ്ടിട്ട് കൊള്ളാമല്ലോ, ഇത്രയും ലോങ് പോയാലും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ എന്ന് കണ്ടിട്ടാണ് പറഞ്ഞായിരുന്നത്. അങ്ങനെയാണ് അവർ തിരുപ്പതിയിൽ ബൈ കാർ ഇപ്പോൾ ഫസ്റ്റ് ടൈം പോയത്. അങ്ങനെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ പോവുകയാണ്. അവർ തിരിച്ച് വരിക എന്ന് പറഞ്ഞപ്പോൾ സേലം എത്താറായി. നമ്മൾ സേലം എത്താറായി. എങ്കിൽ
പിന്നെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ സേലം എത്തുന്നതിന് കുറച്ച് മുന്നേ അവർ നമ്മളെ വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മൾ കറക്റ്റ് ആ സമയത്തെത്തി. ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് കേട്ടോ. എന്നിട്ട് കറക്റ്റ് നമ്മൾ ആ സമയത്തെത്തി, കണ്ടു, സംസാരിച്ചു. ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. വേദയ്ക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. നമ്മൾ വിഷുവിൻ്റെ അന്നാണ് പോകുന്നത്. അപ്പോൾ അവർ കണ്ടപ്പോൾ വേദയ്ക്ക് കൈനീട്ടം 200 രൂപ ചേട്ടൻ കൊടുത്തു. പിന്നെ എന്തോ സ്നാക്സൊക്കെ വേദയ്ക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്, അതെല്ലാം കൊടുത്തായിരുന്നു. അവർ ലാസ്റ്റ് ഇയർ കാശ്മീർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. സേഫായിട്ട് പോകണം, അവിടുത്തെ കാര്യങ്ങളും നമ്മൾ എത്രയും സെക്യൂർ ആവാൻ പറ്റുമോ, കാറിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. എന്നിട്ട് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ, കാശ്മീരിലൊക്കെ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇതുപോലെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാക്കി അവരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ട് പോകുമ്പോൾ ഒരു കുറച്ചുകൂടെ നമ്മൾ സേഫ്റ്റി ആയിരിക്കും. പ്രത്യേകിച്ച് കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കാറിൽ പോകുമ്പോൾ നമ്മൾ അത്രയും സേഫായിട്ട് പോയിട്ട് വരിക അല്ലേ. നമ്മുടെ ഞാൻ ഈ പറഞ്ഞ പോലെ റോഡും ഭീകരാക്രമണവും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ അത്രയും നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് പോവുക. ഇവർ നമ്മളെ പോലെ തന്നെയാണ് കേട്ടോ. ചേട്ടൻ വന്നാൽ എപ്പോഴും കറക്കമാണ്. എല്ലാ പ്രാവശ്യവും ഗുരുവായൂർ വന്നാലൊക്കെ പോവും. എല്ലാ സ്ഥലങ്ങളും, ഗുരുവായൂർ എന്നല്ല എല്ലാ സ്ഥലങ്ങളും പോകും. ഗുരുവായൂർ ഇങ്ങനെ എടുത്ത് പറയാൻ എല്ലാ പ്രാവശ്യം വന്നാലും അവർ ഗുരുവായൂർ പോകുന്ന ഫോട്ടോ ഇടും കേട്ടോ. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയാണ്. എനിക്ക് അതുപോലെ എല്ലാ പ്രാവശ്യവും പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന്. ഓരോ 6 മന്ത്സിലും ചേട്ടൻ വരെ ഓരോ 6 മന്ത്സിലും അവർ ഗുരുവായൂർ പോകും. അത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അസൂയാണ്. അപ്പോൾ ശരി, കണ്ടു, ഒരുപാട് സംസാരിച്ച്, ഒരുപാടില്ല, കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നിട്ട് അവർ തിരിച്ച് ട്രിവാൻഡ്രം പോയി. നമ്മളിതേ കാശ്മീരിലേക്ക് പോവുകയാണ്. നമുക്ക് സേഫ് ജേണിയൊക്കെ വിഷ് ചെയ്തിട്ട് നമ്മൾ പോവുക കേട്ടോ. കണ്ടതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് വേണ്ടി ആക്ച്വലി കുറച്ച് സമയം അവർ വെയിറ്റ് ചെയ്ത് കേട്ടോ. ഒരു സ്ഥലം എത്താറായപ്പോൾ ഇവിടെ നിൽക്കാം, നിങ്ങൾ ഇതുവഴിയല്ലേ പാസ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ആരും ഇനിയിപ്പോൾ എന്തിനാ വഴിയിൽ വെച്ച് കാണുന്നതെന്നൊക്കെ കരുതും. എന്തായാലും അങ്ങനെ കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എന്നിട്ട് ഇതേ നമ്മളും പോവുക, അവരും പോവുക കേട്ടോ. വേദിക്ക് ക്രീം പെണ്ണ് വാങ്ങിച്ചു വെച്ചിരുന്നേ. എനിക്കും കൂടെ ആയിരിക്കും. നിറയെ ക്രീമുള്ള പറഞ്ഞോളാം. നമ്മളവിടെ കിട്ടുമ്പോൾ നടുക്ക് മാത്രം ഇത് നിറച്ച ക്രീമുണ്ട്. നമ്മൾ സേലം എത്തിയിട്ടുണ്ട് കേട്ടോ. സേലത്താണ് ഇന്ന് സ്റ്റേ. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ജംഗ്ഷനിൽ മെയിൻ റൗണ്ടിൽ തന്നെ ഒരു ഹോട്ടലാണ് നമ്മളെപ്പോഴും റൂം എടുക്കുന്നത്. ഇവിടെ തന്നെയാണ് നമ്മൾ ഹോട്ടൽ റൂം എപ്പോഴും എടുക്കാറുള്ളത്. അപ്പോൾ അവിടെയാണ് റൂം എടുക്കാൻ പോകുന്നത് കേട്ടോ. റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ തിരിക്കാമെന്ന് കരുതി. ഇന്ന് ഒരുപാട് നേരത്തെ 5 മണിക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. കുഞ്ഞു പെണ്ണിനെ കാണാത്തതിൻ്റെ വിഷമത്തിലാണ് ഈ കുഞ്ഞു പെണ്ണ്. എന്നാലും എന്തൊരു കരച്ചിലായിരുന്നു വേദ. ഏട്ടനെ റൂമുണ്ടോയെന്ന് നോക്കാൻ പോയിട്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അവൈലബിൾ ആണോന്ന് ചെക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്. അച്ഛൻ്റെ ഡോർ അച്ഛപ്പം വരും. വന്നിട്ട് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഇറങ്ങാമെന്ന് കരുതി. അതായത് പിന്നെ വാരിക്കെട്ടി ഇറങ്ങണ്ടെന്ന് കരുതി. റൂം ഉണ്ടായിരുന്നു, റൂം എടുത്തു. ഇനിയൊന്ന് ഫ്രഷ് ആവാനൊന്നുമില്ല. എനിക്ക് നല്ല ഉറക്കം പറഞ്ഞു. ചായ കുടിച്ചില്ല, ചായ കുടിക്കണം, വീഡിയോ എഡിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വിശേഷങ്ങളൊക്കെ കാണിക്കണ്ടേ നാളത്തെ വീഡിയോയിൽ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം. പിന്നെ രാത്രി എന്തെങ്കിലും കഴിക്കണം, ഉറങ്ങണം, രാവിലെ എണീറ്റ് പോകണം. അത് നേരത്തെ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. നമ്മുടെ കൃഷ്ണൻ രാവിലെയും നമ്മളിപ്പോഴും ഇവിടെ രാത്രി പാതിരാത്രിക്കാണ് വന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇന്നാണ് വെളിച്ചത്തിൽ വീഡിയോ എടുക്കുന്നത്. കൃഷ്ണനും രാവിലെ രസമുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. സേലത്താട്ടോ റൂം എടുത്തത്. കുറച്ചുകൂടെ വേണമെങ്കിലും പോകായിരുന്നു. നമ്മൾ 7 മണിക്ക് തിരിച്ചപ്പോൾ ഇപ്പോൾ വലിയ റിസ്ക് എടുക്കാതെ യാത്ര ചെയ്യാൻ കരുതി. കാരണം വീഡിയോ എഡിറ്റിങ് എല്ലാം കൂടെ ടയേർഡാവും. അതുകൊണ്ട് തൊട്ട് താഴെ തന്നെ ചായക്കടയുണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ട് പോവാം. ചൂടില്ലേ, ഭയങ്കര ചൂട്. കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൂട്, റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൂട്, ഭയങ്കര ചൂട്. തലവേദന എടുക്കുന്നു ചൂട് എടുത്തിട്ട്. ഈ ചൂടത്ത് ചൂട് കോഫി. ഇനി നോർത്തിലോട്ട് പോകുമ്പോൾ എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ചൂടാണോ ഇല്ലെന്ന് അറിയില്ല. നമ്മൾ റൂമിലെത്തി. ഇതാണ് നമ്മുടെ റൂം. എക്സ്ട്രാ ഒരു ബെഡ് കൂടെ ഉണ്ട് കേട്ടോ. ഈ ഇപ്പോൾ എവിടെ പോയാലും വേദ വലിയ കുട്ടിയായതുകൊണ്ട് വലിയ റൂം തന്നെയാണ് അവർ തരുന്നത്. അല്ലെങ്കിൽ എക്സ്ട്രാ ബെഡ്, അതിന് എക്സ്ട്രാ എമൗണ്ട്. അങ്ങനെയാണ് റൂം എടുക്കുന്നത്. അപ്പോൾ റൂം കിട്ടി. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യണം, പിന്നെ ഫുഡ് കഴിക്കാൻ പോകണം. നോക്ക്, നമ്മൾ പോണ റോഡാണ്. എപ്പോഴും നമ്മൾ റൂം എടുക്കണതാണ് ഇത്, ഈ ഹോട്ടൽ. വൈകുന്നേരമായി 7:30 മണിയായി. നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങി. ഇവിടെ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കൊത്തു പൊറോട്ട കഴിക്കാനൊരു കൊതി. അപ്പോൾ ചെറിയ തട്ടുകട ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊത്തു പൊറോട്ട വാങ്ങിക്കാമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്.
വേദയ്ക്ക് വെജിറ്റേറിയൻ ഹോട്ടലിലെ പൊറോട്ടയും കുറുമക്കറിയും കഴിക്കാൻ ഒരു കൊതി. അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നത് കുഞ്ഞു കടയിൽ കയറി, നല്ല ഭക്ഷണം കിട്ടുന്ന കുഞ്ഞു കടയിൽ കയറി കഴിക്കാന്ന് പറഞ്ഞിട്ട് ജംഗ്ഷനിലേക്ക് പോവാം. ജംഗ്ഷൻ തൊട്ടടുത്താട്ടോ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. എന്നാ ചിക്കൻ കൊത്തു പൊറോട്ടയാ ഇരിക്കാ. രക്ഷപ്പെട്ടു ഗൈസ്. ഇവിടെ കൊത്തു പൊറോട്ട ഉണ്ടെന്നാണ് പറയുന്നത്. ഏട്ടനെന്താ ഇവിടെ നിന്ന് കഴിക്കണ? ഇഡ്ഡലി ദോശ എല്ലാം ഇരിക്കാ. അപ്പൊ ഏട്ടന് ഇഡ്ഡലി, ഒരു കൊത്തു പൊറോട്ട, ഒരു സെറ്റ് ഇഡ്ഡലി. കഴിഞ്ഞതിന് ഇവിടെ എത്ര കട നോക്കി നടന്നറിയോ കൊത്തു പൊറോട്ടയ്ക്ക്. കഴിയുടെ ചൂടില്ല, വലിയ ചൂടില്ല. ഫൈൻ്റെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. ലൂസ് മോഷൻ ഞാൻ അടിക്കുന്നു ദൈവത്തിനറിയാം. പക്ഷെ ചൂടോടെ ഇവരുണ്ടാക്കി തന്നു. അത്യാവശ്യം കടയ്ക്ക് തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഡേ 1 ഇവിടെ കഴിയാണ്. നാളെ ഡേ 2 ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.